കേരളത്തിലെ ജയിലുകളിൽ ലഹരി ഒഴുകുന്നതായി കെപിസിസി ജനറൽ സെക്രട്ടറി പഴകുളം മധു ആദിക്കാട്ടുകുളങ്ങരയിൽ UDF നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂറിനാട്ട് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട സംഭവത്തിൽ ഇടപെട്ട UDF പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ചായിരുന്നു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയത്. കേരളത്തിലെ ജയിലുകളിൽ ലഹരി ഒഴുകുന്നതായി കെപിസിസി ജനറൽ സെക്രട്ടറി പഴകുളം മധു പറഞ്ഞു. ആദിക്കാട്ടുകുളങ്ങരയിൽ UDF നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെപിസിസിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരും നേതാക്കന്മാരും എല്ലാം കൂടി പോയി മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചു. നിങ്ങൾക്ക് എന്താ പറഞ്ഞത്? ഗാന്ധിയല്ല, ലോകത്തെ ഏതാളുടെ ആണെങ്കിലും പ്രതിമ കണ്ണൂരിൽ സ്ഥാപിക്കണമെങ്കിൽ ഞങ്ങളുടെ തീട്ടൂരം വേണം എന്നാണ് പറഞ്ഞത്. ആ പ്രതിമ ഇന്നും അതുപോലെ അവിടെ നിൽപ്പുണ്ട്. KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫും നമ്മുടെ നേതാക്കന്മാരും കണ്ണൂരിൽ പാർട്ടി ഗ്രാമത്തിൽ CPM നേതാക്കന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായി വെല്ലുവിളിച്ച് ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഞങ്ങൾ നിൽക്കുമ്പോഴല്ല, ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടെങ്കിലും ഈ പ്രതിമയെ തൊടാൻ തന്റെ ഇടമുണ്ടെങ്കിൽ അത് കാണട്ടെ എന്ന് വെല്ലുവിളിച്ച് ചോദിച്ചിട്ട് ഇന്നുവരെ ഗാന്ധി പ്രതിമയ്ക്ക് കണ്ണൂരിൽ ഒരു കേടുപാടും ഉണ്ടായിട്ടില്ല. CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ വീട്ടിൽ കയറ്റാതെ പുറത്തു നിർത്തിയ സംഭവത്തിൽ UDF പ്രവർത്തകരെ CPM പ്രവർത്തകർ ആക്രമിച്ചെന്നാരോപിച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജി പൈനുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ദിലീപ് ഖാൻ സ്വാഗതം പറഞ്ഞു. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ഹാരിസ് ബീരാൻ മുഖ്യപ്രഭാഷണം നടത്തി. ഷാജി നൂർനാട്, രാജൻ പൈനുമൂട്, മനോജ് സി ശേഖർ, G ഹരിപ്രകാശ്, S അൻസാരി, PB അബു, റഫീഖ് റുഫായി, ഷീജ ഷാജി, മുജീർ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള S അൻസാരിയെ വിളിക്കുകയും അദ്ദേഹം അടൂര് നിൽക്കുകയാണ്, ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറയുകയും ഈ സംഭവ സ്ഥലത്തേക്ക് അദ്ദേഹം വന്നപ്പോൾ ഇരുജനം നാട്ടുകാർ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം പോയി ചോദിച്ചു, എന്തിനാണ് നിങ്ങളിത് പൂട്ടിയിട്ടേക്കുന്നത്? അവർക്ക് തുറന്നു കൊടുക്ക്. ആ പാവപ്പെട്ട ആ സ്ത്രീയും ആ രണ്ട് കുട്ടികളും മഴയത്ത് നിൽക്കുമല്ലേ, കോരിച്ചൊരിയുന്ന മഴയല്ലേ, നീ ആരാടാ ചോദിക്കാൻ? ഇവിടെ ഞങ്ങളുണ്ട് കാര്യം നടത്താൻ എന്ന് വളരെ ധിക്കാരമായിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചു തള്ളുകയും അത് നമ്മുടെ പുറകോട്ട് കൊണ്ടുപോയി കഴിയും അദ്ദേഹത്തെ ഭീകരമായിട്ട് മർദ്ദിക്കാൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്, മർദ്ദനമാണ് അദ്ദേഹത്തിന് ഏൽക്കുന്നത്. സമ്മേളനത്തിന് മുമ്പ് പ്രകടനവും നടത്തി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.